ഈ പ്രകൃതി ചെറിയ മാറ്റങ്ങൾ പോലും നല്ലപോലെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ദശരഥൻ. ദശരഥൻ വേദാംഗ വിചക്ഷണനാണ്, വേദാംഗ പാരംഗതനാണ്, സർവ വൈദിക വിജ്ഞാനമുണ്ട് ദശരഥന്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ഓരോ ചരാചരത്തിൻ്റെയും മാറ്റം അറിയാം. അന്നത്തെ കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാക്കിയെടുത്ത് പ്രകൃതിയിലെ ഓരോ ചരാചരത്തെയും പുത്രരൂപത്തിൽ പരിപാലിക്കുന്നതാണ് അന്നത്തെ ഭാരതം, ആർഷഭാരതം, ഋഷിഭാരതം. ത്രേതായുഗം പ്രകൃതി സംരക്ഷണത്തിന്റെ യുഗമാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഒന്നുകൂടി പറയട്ടെ, ബാലിവധത്തിന് കാരണമായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഋഷിമുഖാചലം, ബാലികേറാമല എന്ന് പറയുന്നത്. ബാലിക്ക് ഒരിക്കലും കയറാൻ പാടില്ലാത്ത ആ ഋഷിമുഖാചലം, ബാലികേറാമല എന്നുള്ളത് അവിടെ തപം ചെയ്ത മാമുനി ശപിച്ചതാണ്. മാതംഗ മാമുനി ബാലിയെ ശപിച്ചതിൻ്റെ മുഖ്യ കാരണം മാതംഗ മാമുനി പറയുന്നത് ആ ദുന്ദുഭി എന്ന് പറയുന്ന ആ അസുരന്റെ ശരീരത്തെ വട്ടം കറക്കി ചോരയോടുകൂടി ആശ്രമവാടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആശ്രമത്തിന്റെ പവിത്രത നശിപ്പിച്ചത് മാത്രമല്ല ശപിക്കാനുള്ള കാരണം ആ വലിയ മല പോലെയുള്ള ശരീരം വന്നു വീണ് അവിടുത്തെ മരങ്ങൾ എത്ര എണ്ണമാണ് ഒടിഞ്ഞു നുറുങ്ങിപ്പോയത്. ആ മരങ്ങളെല്ലാം നശിച്ചു പോയത് കണ്ട് തപം ചെയ്ത ആർഷ ഋഷിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വന്നു. ആ ഋഷി കൈ ഉയർത്തിക്കൊണ്ട് അതിൻ്റെ കാരണക്കാരനെ ശപിക്കുകയാണ്. ഞാൻ പുത്രന്മാരെ പോലെ പരിപാലിച്ചിരുന്ന എൻ്റെ വൃക്ഷങ്ങളെ നശിപ്പിച്ചവൻ ആരായാലും അവൻ ഇനി ഒരു ദിവസത്തെ സമയം തരാം. അവനോ അവൻ്റെ കൂട്ടാളികളോ ഇനി ഈ മലയിലേക്ക്, ഈ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഹരിതാഭമായ ഈ പ്രകൃതിയിലേക്ക് ഇനി അവൻ കടന്നാൽ ശിരസ് പൊട്ടിത്തെറിച്ച് മരിച്ചു പോകട്ടെ എന്ന്. എന്തായിരുന്നു ആർഷവചനം? ഈ മരങ്ങളൊക്കെ എൻ്റെ മക്കളാണ്. ഭാരത ഋഷി ലോകത്തിന് കൊടുത്ത വിദ്യാഭ്യാസമാണ്. ഈ ചരാചരങ്ങളൊക്കെ എൻ്റെ കുടുംബക്കാരാണ്. ലോകമേ തറവാട് തനിക്ക് പൂക്കളും പുൽകളും പുഴുക്കളും എല്ലാം കൂടി എൻ്റെ കുടുംബക്കാരാകുന്ന വസുധ ഏവം കുടുംബമാണ് ഭാരതീയ പ്രകൃതി സങ്കല്പം. അത് തന്നെ കുടുംബസങ്കല്പം. ഇതാണ് ഇവിടെ ഈ പ്രകൃതിയിൽ വന്ന മാറ്റം കണ്ടപ്പോൾ ഉടനെ തന്നെ ദശരഥൻ കുറച്ചൊരു ഭയപ്പാടോടുകൂടി വസിഷ്ഠ മാമുനിയോട് പറഞ്ഞു, മാമുനി, എന്തോ ലക്ഷണങ്ങൾ അപശകുനമാണല്ലോ കാണുന്നത്, എന്തോ കുഴപ്പങ്ങളുണ്ടല്ലോ. സൂര്യനെ അന്ധകാരം മൂടിയിരിക്കുന്നല്ലോ, ദിക്കുകളെല്ലാം പെട്ടെന്ന് ഇരുട്ട് മൂടുന്നുവല്ലോ, വെണ്ണീർ കൊണ്ട് പൊടി കൊണ്ട് സർവരുടെയും കണ്ണുകൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, സർവരും ബോധത്തോടു കൂടിയിട്ടല്ലല്ലോ നടക്കുന്നത്, എന്താണ് സംഭവിച്ചത്? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അതാ പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് മറഞ്ഞുപോയ സൈന്യങ്ങൾക്ക് ആ പൊടിയുടെ ആ വലിയ തടസ്സം മാറിയപ്പോഴാണ് അവർ അങ്ങകലെ നിന്നുകൊണ്ട് 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചുയർന്നതുപോലെ അതാ ജടാമണ്ഡലധാരിയായി ക്ഷത്രിയ കുലാന്തകനായിട്ടുള്ള സാക്ഷാൽ ജമദഗ്നിയുടെ പുത്രനായിട്ടുള്ള ഭാർഗവരാമൻ അതാ നടന്നു വരുന്നു. കൈലാസമാമല പോലെ അതുല്യനായിട്ടുള്ള അജയ്യനായ വ്യക്തി, കാലാഗ്നി പോലെ ദുസ്സഹനായ വ്യക്തിത്വം, സാധാരണക്കാരനൊന്ന് നോക്കുവാൻ പോലും പറ്റാത്ത അത്രയും തേജസ്സുള്ള തേജോപുഞ്ചം, മഴവില്ലിൻ്റെ പോലെയുള്ള വലിയ ശരമേന്തി വില്ലേന്തി ഗൗരവത്തോടുകൂടി ഒരു മഴുവൻ തൂക്കി നടക്കുന്ന ആ ക്ഷത്രിയ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന ആളിക്കത്തുന്ന അഗ്നി പോലെയുള്ളവൻ. ആ വരവ് കണ്ടപ്പോൾ ഭയന്നുപോയി ദശരഥൻ. ക്ഷത്രിയ കുലത്തെ മുഴുവൻ മുടിച്ച ആ വ്യക്തിത്വം ഇതാ നമ്മുടെ മുന്നിൽ വരുന്നത് നല്ലതല്ലല്ലോ. ഉടനെ തന്നെ ഭാർഗവരാമനെ കണ്ടപ്പോൾ തേരിൽ നിന്നിറങ്ങി അർഘ്യപാദ്യങ്ങൾ എല്ലാം എടുത്തുപോയി. കാരണം പൂജിക്കപ്പെടേണ്ടവനാണ്. ഓടിച്ചെന്ന് അർഘ്യപാദ്യങ്ങളെല്ലാം എടുത്ത് മധുരസ്വരത്തിൽ, എന്തിനാ മധുരസ്വരം, വല്ല ദേഷ്യണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, മധുരസ്വരത്തിൽ പറഞ്ഞു, ഹേ ഹേ രാമ, അലയോ ഭാർഗവരാമ,
എന്ന് സ്നേഹത്തോടെ വിളിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോട്ടെ. അപ്പോൾ ഭാർഗവരാമൻ വന്ന് ദശരഥൻ പറഞ്ഞൊരു വാക്ക് പോലും ശ്രദ്ധിച്ചില്ല. അവിടെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉന്നം സാക്ഷാൽ ദാശരഥിരാമനാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ചിലയ്ക്കുന്നവരുടെ വാക്കുകളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ദാശരഥിരാമനോട് പറഞ്ഞു, ഹേ ദശരഥപുത്രനായ രാമ, നിന്റെ വീര്യം ഞാൻ കേട്ടു. നീ വില്ലൊടിച്ച കഥയും കേട്ടു. ശൈവജാപം നീ ഒടിച്ചുവല്ലോ, അതൊക്കെ ഞാൻ കേട്ടു. ഞാനിതാ മറ്റൊരു വില്ലുമായി നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ജമദഗ്നിയുടെ പുത്രനായിട്ടുള്ള ഞാനിതാ നിന്റെ മുന്നിലേക്ക് ഒരു വൈഷ്ണവ ചാപം തരുന്നു. ഈ ചാപം കുലയേൽക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? കരുത്തുണ്ടെങ്കിൽ ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞ് രാമന് വെല്ലുവിളിച്ചപ്പോൾ അച്ഛൻ വീണ്ടും ഇടയിൽ കയറി പലതും പറഞ്ഞിട്ടൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും രാമനോട് എതിരിട്ട് പറയുകയാണ് ജാമദഗ്നി. ഇത് കേട്ട് അച്ഛനും പരശുരാമന് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്ന സ്വഭാവം രാമനില്ലാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു കഴിയുന്ന അത്രയും നേരം മിണ്ടാതിരുന്നു രാമൻ. ശേഷവും അച്ഛൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും തൻ്റെ മുന്നിലേക്ക് വൈഷ്ണവ ചാപത്തിൻ്റെ മഹത്വവുമായി വന്ന ഭാർഗവരാമനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഹേ ഭാർഗവരാമ, പരശുരാമ, അങ്ങയുടെ പിതാവിനോടുള്ള കടപ്പാട് തീർക്കുവാൻ വേണ്ടി അങ്ങ് ചെയ്ത ആ അചിന്ത്യമായ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് ബഹുമാനവുമുണ്ട്. അങ്ങയുടെ പ്രവൃത്തിയെ ഞാൻ അംഗീകരിക്കുന്നു. ക്ഷത്രിയ ധർമ്മത്തിൽ ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. ക്ഷത്രിയ ധർമ്മത്തിൽ അക്കാലത്തൊരു ശക്തനില്ലാത്തത് കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്തു എന്ന് വീമ്പിളക്കുന്നത്. അന്ന് ഞാൻ ഈ രാമൻ, ദാശരഥിരാമൻ ജനിച്ചിട്ടില്ലായിരുന്നു ഭാർഗവരാമ. അതുകൊണ്ട് എൻ്റെ വീര്യം നീ കണ്ടുകൊള്ളൂ. വെറുതെ എൻ്റെ സമൂഹത്തെ നീ അപമാനിക്കരുത്. അനായാസേന ആ വൈഷ്ണവ ചാപം പരശുരാമനിൽ നിന്ന് ആ വില്ലും ശരവും ഏറ്റുവാങ്ങി അതിവേഗത്തിൽ ആ ചാണമൊന്നെടുത്ത് ആ ചാപമൊന്ന് കുലച്ച് നേരെ വില്ല് ചേർത്ത് പരശുരാമനോടായി പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണനായതുകൊണ്ട് എനിക്ക് പൂജ്യനാണ്. അതുകൊണ്ട് അങ്ങേക്ക് നേരെ ഞാൻ ഈ ശരം ഉപയോഗിക്കില്ല. ഇനി രാമന്റെ വാക്ക് നോക്കൂ. ഭഗവാൻ വിശ്വാമിത്രൻ എനിക്ക് ആചാര്യനാണ്. ആ വിശ്വാമിത്രൻ ജനിച്ച കുലമാണിത്. അങ്ങയുടെ കുലം, ആ കുലത്തിലാണ്, ഭൃഗു മഹർഷിയുടെ കുലത്തിലാണ് എൻ്റെ പരമാചാര്യനായ വിശ്വാമിത്രൻ ജനിച്ചത്. അതുകൊണ്ട് ആ വംശത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ അങ്ങയെ ഇതാ നല്ലപോലെ ബഹുമാനിക്കുന്നു. അതിനാൽ ഈ ശരം അങ്ങയുടെ നേർക്കയക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ വൈഷ്ണവ ശരം ഞാൻ അങ്ങയെ തൊടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുഴുവൻ ഞാൻ നിർത്തും. ഇവിടെ നിന്ന് പോവാന്നൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഏത് ശക്തിയെയും വീഴിക്കാൻ വീര്യമായ ഈ ശരം പാടായി പോകില്ല. രാമൻ തൊടുത്ത ശരമാണ്, അത് ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്യും. കുലച്ച കോദണ്ഡവുമായി ക്രോധത്തോടുകൂടി നിൽക്കുന്ന രാമനെ കാണാൻ ബ്രഹ്മാദി ദേവകളൊക്കെ അമ്പരമാർഗത്തിൽ വന്നു ചേർന്ന് എല്ലാവരും നോക്കി നിന്നു. വലിയ അത്ഭുതകരമായൊരു ദൃശ്യമാണ് ആ കാണുന്നത്. രണ്ട് വൈഷ്ണവ തേജസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. അപ്സര ഗന്ധർവ സിദ്ധചാരണ കിന്നരന്മാരെല്ലാം വാനിൽ നിരന്നു നിന്ന് ആ വലിയ കാഴ്ചകൾ കാണാൻ നിൽക്കുകയാണ്. ലോകത്തെ സ്തംഭിപ്പിക്കും വിധം വില്ലുകൊലച്ച് നിൽക്കുന്ന വീരനായ രാമനെ നിർവീര്യനായ ഭാർഗവരാമൻ എല്ലാവരും കേൾക്കെ നോക്കി നിന്നുകൊണ്ട് വീര്യമൊക്കെ നശിച്ചുപോയ ആ ഭാർഗവരാമൻ ദാശരഥി രാമനോട് പറഞ്ഞു, രാമ, പണ്ട് ഈ ഭൂമി മുഴുവൻ കശ്യപന് ഞാൻ കൊടുത്തപ്പോൾ ഈ നാട്ടിലൊരു രാത്രി താമസിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. അങ്ങ് ഈ വില്ലിൽ ഞാണേറ്റുകൊണ്ട് അസ്ത്രമെയ്താൽ എൻ്റെ വഴി തടസ്സപ്പെടില്ലേ? എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് രാമ, എൻ്റെ സഞ്ചാരത്തെ അങ്ങ് മുടക്കരുതേ. ഞാൻ മനോവേഗത്തിൽ മഹേന്ദ്രഗിരിയിലേക്ക് പോയിക്കൊള്ളാം. അതുകൊണ്ട് അമേയങ്ങളായ പുണ്യലോകങ്ങൾ നിരവധി ഞാൻ തപസ്സുകൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങയുടെ അസ്ത്രം എൻ്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താതെ അങ്ങൊരു കാര്യം ചെയ്തുകൊള്ളൂ. ആ തപസ്സുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചുകൊള്ളൂ. ഒരു ക്രോധം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ച ഭാർഗവരാമൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാലം ഉണ്ടാക്കിയ പുണ്യമൊക്കെ, തപസ്സുകൊണ്ടുണ്ടാക്കിയ പുണ്യലോകങ്ങളൊക്കെ, ആ സമ്പത്ത് മുഴുവൻ ഒരു ദേഷ്യം കൊണ്ട് എല്ലാം നശിച്ചു. വലിയ പാഠാണ് നമുക്കൊക്കെ. ഒരു ദേഷ്യം കൊണ്ട് ബന്ധുക്കളൊക്കെ അകന്നു.
ഭർത്താവ്, ഭാര്യ, മക്കൾ ആരും മിണ്ടാതായി. ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയുന്ന വാക്കുകൾ കൊണ്ട് നമ്മുടെ ബന്ധുത്വമൊക്കെ നശിച്ചു പോകുന്ന വർത്തമാനകാലത്തിൽ ഭാർഗവരാമൻ പറയുന്ന വാക്കുകൾ, അങ്ങനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വൈഷ്ണവ തേജസ്സിനെ വണങ്ങിക്കൊണ്ട് സാക്ഷാൽ പരശുരാമൻ അനുഗ്രഹാശിസുകൾ നൽകിക്കൊണ്ട് ദാശരഥിരാമനോട് കൈകൂപ്പിക്കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് മഹേന്ദ്രഗിരിയിലേക്ക് യാത്രയായി. ഇത് കണ്ട് സർവ്വദേവഗണങ്ങളും ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. ബാലകാണ്ഡത്തിലെ അവസാനത്തെ സർഗം 77-ാമത്തെ അയോധ്യയിലേക്ക് വന്നു ചേർന്നു. അയോധ്യയിൽ വന്നു ചേർന്ന് കൈലാസ തുല്യമായ രാജകൊട്ടാരത്തിൽ അങ്ങനെ പുത്രിമാരോടുമെല്ലാം ചേർന്ന് ദശരഥൻ പ്രവേശിച്ചു. കൗസല്യയും സുമിത്രയും കൈകേയിയും ചേർന്ന് ആ പുത്രപത്നിമാരെ നല്ല പോലെ ഉപചരിച്ചു, നല്ല പോലെ അവരെ എല്ലാവരെയും സ്വീകരിച്ചു. ധന്യധന്യയായ സീതാദേവിയെയും യശസ്വിനിയായ ഊർമിളയെയും കുശധ്വജപുത്രിമാരെയും രാജ്ഞിമാർ മംഗളാശിസുകളോടെ ഭർത്താക്കന്മാരുടെ അന്തഃപുരത്തിലേക്ക് വിധിയാവണ്ണം ആനയിച്ചു. വെള്ളപ്പട്ടുടുത്ത രാജമാതാക്കൾ ദേവാലയങ്ങളിലും പൂജ്യരായ ഗുരുക്കന്മാരെയും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടതായിട്ടുള്ള ദാനധർമ്മങ്ങളൊക്കെ അമ്മമാരും ചെയ്തു. ഭർത്താക്കന്മാരോടൊപ്പം അന്തഃപുരത്തിൽ ഈ രാജകുമാരിമാർ രഹസ്യമായി രമിച്ചു. ഏകാന്തതയാണ്. രഹസ്യമായി രമിച്ചു. വീരന്മാരും ധീരന്മാരും വീരപരാക്രമികളും സർവശാസ്ത്ര പാരംഗതന്മാരും കുമാരന്മാരും എല്ലാ ബന്ധുജനങ്ങളും എല്ലാം അങ്ങനെ അവിടെ കാലങ്ങളോളം, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 12 വർഷം അങ്ങനെ അവിടെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോവാണ്. ഇപ്പൊ 12 വർഷം ആയിട്ടില്ല, തുടങ്ങി 1 മാസമൊക്കെ ആയി. അപ്പോഴാണ് യുധാജിത്ത് അന്ന് കൊച്ചുമോനും കൊണ്ടുവരാൻ പറഞ്ഞ് മുത്തച്ഛൻ പറഞ്ഞു വിട്ട് അയോധ്യയിൽ ചെന്നപ്പോൾ അറിഞ്ഞത് കല്യാണത്തിന് പോയിരിക്കുകയെന്ന്. ഒരു ഉപേക്ഷയും കാണിക്കാതെ, ദേഷ്യവും കാണിക്കാതെ യുധാജിത്ത് അവിടെ നിന്ന് കേകയത്തിൽ ചെന്ന് കല്യാണത്തിലും പങ്കെടുത്ത് ഈ വധൂവരന്മാരെ കൂട്ടി അയോധ്യയിൽ വന്ന് അയോധ്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ദശരഥൻ ഭരതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭരത, കുറേ കാലമായില്ലേ അമ്മാവൻ വന്നിരിക്കുന്നു, മുത്തച്ഛന് കാണണമെന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ശത്രുഘ്നനോടൊപ്പം നിങ്ങൾ 4 പേരും അമ്മാവനോടൊപ്പം അങ്ങോട്ട് പോയിക്കൊള്ളൂ. മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും ചേർന്ന് കേകയത്തേക്ക് ഭരതനും ശത്രുഘ്നനും മാണ്ഡവിയും ശ്രുതകീർത്തിയും യുധാജിത്തും സമ്മാനങ്ങളും കൊണ്ട് അവർ യാത്രയായി. ഈ യാത്രയാക്കുന്ന ദശരഥന്റെ ഉള്ളിലുള്ള ചിന്തകൾ അറിയാൻ അയോധ്യകാണ്ഡം വായിക്കണം. കാരണം എന്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞയക്കാൻ ഇത്ര ഉത്സാഹം കാണിക്കുന്നത്? മക്കളെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമില്ലാത്ത ദശരഥൻ എന്തിനാണ് ഇത്ര വേഗത്തിൽ മകനെ പറഞ്ഞയച്ചത്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാകാൻ കുറച്ച് കാലം പിടിക്കുന്നത് കൊണ്ട് എന്തായാലും ഈ പറഞ്ഞയക്കലിനെ നമ്മളൊന്ന് ചേർത്ത് വായിച്ചു വെക്കണം. ഭരതൻ പോയതിനു ശേഷം രാമലക്ഷ്മണന്മാർ. ഇനി രാമനും ലക്ഷ്മണനും സീതയും ഊർമിളയും എങ്ങനെയാണ് രാജകൊട്ടാരത്തിൽ ജീവിച്ചത് എന്ന് മനസ്സിലാക്കൂ. 12 വർഷക്കാലം ഭരതൻ പോയതിനു ശേഷം രാമലക്ഷ്മണന്മാർ പിതാവിനെ ശുശ്രൂഷിച്ചും പൂജിച്ചും രാജകാര്യങ്ങളിൽ സഹായിച്ചും ധാർമ്മികമായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോയി. അമ്മമാരുടെ കാര്യങ്ങൾ മുറ തെറ്റാതെ ശ്രദ്ധിച്ചു. എന്താ ചെയ്തേ? വിവാഹം കഴിഞ്ഞതോടുകൂടി അമ്മയുടെ കാര്യം മറന്നോ? ഇല്ല. അമ്മയുടെ കാര്യം മുറ തെറ്റാതെ ശ്രദ്ധിച്ചും ഗുരുവര്യന്മാരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ആനന്ദത്തോടുകൂടി ജീവിച്ചു. എല്ലാവരും സന്തോഷകരമായ ജീവിതം. ശ്രീരാമചന്ദ്രൻ്റെ ശീലചരിത്രങ്ങൾ എല്ലാവർക്കും കൃതജ്ഞതയോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി ഓരോ പ്രജകളും ദാശരഥി രാമനെ കണ്ട് സന്തോഷിക്കുകയാണ്. രാമനെ കാണുന്നതേ എല്ലാവർക്കും സന്തോഷം. മഹാമനസ്വിയും ഗുണസമ്പന്നയുമായിട്ടുള്ള സീതയോടൊപ്പം ശ്രീരാമൻ അങ്ങനെ സുഖമായി എല്ലാ ഋതുക്കളിലും വിഹരിച്ചു. ദേവി സീത രാമനെ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. രാമൻ സ്വഹൃദയത്തിൽ
സ്വഹൃദയം തന്നെ സീതയിൽ സമർപ്പിച്ചു. ഓരോ ദിവസം കഴിയും തോറും സീതാദേവിയുടെ അഴകും ഗുണങ്ങളും വർദ്ധിച്ചു കൊണ്ടുവന്നു. ഹൃദയം ഹൃദയത്തിനോട് സംസാരിച്ചത് കൊണ്ടും ഹൃദയം ഹൃദയത്തിനോട് സംവദിച്ചതുകൊണ്ടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയേണ്ടി വന്നില്ല. ഒരാളുടെ മനോഗതി മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ രാജപുത്രനായ രാമൻ സീതയോടൊപ്പം എങ്ങനെയാണ് മഹാവിഷ്ണു ലക്ഷ്മിയോടൊപ്പം അങ്ങ് വൈകുണ്ഠത്തിൽ വസിക്കുന്നത്, അതുപോലെ രാമനും സീതയും സന്തോഷത്തോടെ ഒരു വ്യാഴവട്ടക്കാലം സുഖമായി ജീവിച്ചു. ഇതാണ് ബാലകാണ്ഡത്തിലെ 77ാമത്തെ സർഗം പറഞ്ഞുകൊണ്ട് സമാപിക്കുന്നത്. പക്ഷെ ഈ ഭാഗം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കാൻ ബാലകാണ്ഡം പഠിച്ചാലുള്ള ഫലശ്രുതി കൂടി മനസ്സിലാക്കണം. ബാലകാണ്ഡത്തിൻ്റെ ഫലശ്രുതി എന്താ? എന്തിനാ ബാലകാണ്ഡം പഠിക്കുന്നത്? പഠിച്ചത് കൊണ്ട് എന്താ ലാഭം? ആ ലാഭം പറയുകയാണ്, പുത്ര പൗത്രാദി സമ്പത്തി. പുത്ര പൗത്രന്മാര് സമ്പത്താണ്, പോരാ പുത്രൻ പൗത്രൻ സമ്പത്ത്. ഇത് മൂന്നും നല്ല പോലെ ജീവിതത്തിൽ ഉണ്ടാകും. സർവ രോഗനിവാരണം, രോഗങ്ങളൊക്കെ പോകും. രോഗങ്ങളാണ് പോവുക കേട്ടോ. എങ്ങനെയാണ് നമുക്ക് രോഗം ഉണ്ടാവുന്നത്? രോഗമുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പൂർവജന്മകൃതം പാപം. ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഒരു ഉപകാരം ഉണ്ടാവും. പൂർവജന്മകൃതമാണ് പാപമായി വ്യാധി രൂപേണ വന്നു ചേരുന്നത്. ഈ ജന്മത്തിൽ ചെയ്തതല്ല സത്യത്തിൽ. ഈ ജന്മത്തിൽ എന്ന് നമ്മൾ പറയുന്നത് ഈ ശരീരം സ്വീകരിച്ചപ്പോൾ ചെയ്തതല്ല. പക്ഷെ ഈ ശരീരം സ്വീകരിക്കുന്നതിന് മുൻപേ എത്രയോ കാലത്തെ ജന്മജന്മാന്തരങ്ങളിലുള്ള സഞ്ചിത കർമ്മവുമായി വന്നിട്ടുള്ള ഞാൻ ഇതിനു മുൻപ്, അതുകൊണ്ട് പൂർവജന്മകൃതത്തിൽ ചെയ്ത പാപമാണ് വ്യാധിയായി മാറുന്നത്. പാപം എന്ന് പറഞ്ഞാൽ എന്താ? അപരന് ദുഃഖം നൽകുന്നത്. ഒന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. അപരന് ദുഃഖം നൽകിയാൽ പാപായി. ഒരു സമാധാനല്ലേ മൊത്തത്തില്? അപരന് ദുഃഖം നൽകിയാല് അപ്പോ അതിൻ്റെ ഒരു അസ്വസ്ഥത. ഒരാളെ നമ്മൾ ദുഃഖിപ്പിച്ചു, നമുക്ക് വിഷമായി സത്യത്തിൽ, പക്ഷെ അപ്പം അങ്ങോട്ട് പറഞ്ഞുപോയി, എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അങ്ങനെ ഒരു അസ്വസ്ഥത നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ അസ്വസ്ഥത നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളിൽ മാറ്റം സംഭവിപ്പിക്കും. ശരിയല്ലേ? ഒരു തലവേദന, ഒരു വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഒരു സുഖമില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതേപോലെ ഒരു നമ്മുടെ നാഡീ വ്യവസ്ഥകൾക്കൊരു വിഘാതം, ഒരു വിഷമമൊക്കെ സംഭവിക്കും. ഇതാണ് രോഗമായി പരിണമിക്കുന്നത്. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡം കേട്ടാൽ സർവ്വരോഗ നിവാരണം എന്ന് പറയാൻ കാരണം രോഗങ്ങൾ വരാതിരിക്കാൻ പൂർവജന്മകൃതമായ പാപങ്ങളാണ് നമുക്ക് വ്യാധിയായി മാറുന്നതെന്നും ഈ വ്യാധി ഉണ്ടാകുന്നത് അപരന് മറ്റൊരാൾക്ക് ദുഃഖം കൊടുക്കുമ്പോഴാണ്. ഈ ദുഃഖം കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ ലോപം സംഭവിക്കും, ഒരു വിഘാതം വന്നു ചേരും. അത് പതുക്കെ പതുക്കെ നമുക്ക് രോഗം ഉണ്ടാകും. അപ്പം ഈ പൂർവ്വകാലത്തിലെ എന്നുള്ളത് നമ്മളത് നീട്ടി ചിന്തിക്കണ്ട, ഇന്നലെ എന്നങ്ങോട്ട് ചിന്തിച്ചാൽ മതി. അപ്പം ഇന്നലകളിലൊക്കെ നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളുണ്ടാവും, ഇല്ലേ? ഇവിടുത്തെ കാര്യമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ നാട്ടിലെ കാര്യമാണ് പറയണത്, എൻ്റെ നാട്ടിലെ തൃശ്ശൂരിലെ കാര്യമായി പറയണത്. ഇവിടെ നല്ലതെന്ന് പറഞ്ഞാൽ തീരില്ല, അത്ര നല്ല പരിശുദ്ധം. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാലേ ഈ കയ്യിലിരിപ്പുകൊണ്ട് മേടിച്ചെടുത്തതാണ് പലതും. നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് നമ്മൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സിൽ ചിന്തിച്ചാലും കൊണ്ടൊന്ന് നോക്കിയാലോ ബുദ്ധി കൊണ്ടൊന്ന് ഒക്കെ ആയാൽ പോലും നമുക്ക് ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി ആലോചിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ ഇനി വ്യാധി ഉണ്ടാവുമോ? അപ്പൊ വ്യാധി ഉണ്ടാവില്ല. അപ്പൊ ബാലകാണ്ഡം കേട്ട ഗുണമുണ്ട്, സർവ്വരോഗ നിവാരണം. ഇത്രയും കേട്ടതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപകർമ്മങ്ങളിൽ നിന്നാണ് എനിക്ക് രോഗമുണ്ടാകുന്നതെന്നും
അതാണ് എൻ്റെ വ്യാധിക്ക് കാരണമെന്നും അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ച്, ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടി ശ്രദ്ധിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. പോരാ, പത്നി പുത്രാദി കലഹനാശനം, പത്നി പുത്രൻ. അപ്പൊ ഭാര്യമാരാണെങ്കിൽ പതി പുത്രൻ എന്നൊക്കെ പറയണം. ഏതായാലും ഈ കലഹങ്ങളൊന്നും ഉണ്ടാവില്ല ആരൊക്കെ തമ്മില്. അതായത് രാമനും സീതയും ജീവിച്ച കാര്യം വാൽമീകി പറയുന്നത് അവരിങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞ് കേൾക്കാനല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് പറയാനാണ് ഇതൊക്കെ പറയണത്. ഒന്ന് മനസ്സിലാക്കണേ. രാമനും സീതയും എങ്ങനെയാ ജീവിച്ചേ? ജീവിതം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് ഒരു താതാത്മ്യപ്പെടലാണ്. എന്താ വിവാഹം? ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊക്കെ പറയാൻ കൊള്ളാം എൻ്റെ സുഹൃത്തെ, നിങ്ങൾക്ക് സ്വഭാവം അറിയാത്തോണ്ടാ. ആരുടെ അത് നിങ്ങൾ പൂരിപ്പിച്ചോളൂ. ഏതായാലും ആളുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാ. പക്ഷേ ജീവിതം എപ്പോഴും ഒരു താതാത്മ്യപ്പെടലാണ്. ഈ താതാത്മ്യപ്പെടല് എങ്ങനെയായിരിക്കണം? ജീവിതത്തിൽ താതാത്മ്യം ഉണ്ടാകണമെങ്കിൽ ജീവിതം എപ്പോഴും ഒരു സ്പിരിച്വൽ ആയിരിക്കണം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങൾ അധികവും സ്പിരിച്വലാണ്. ഏതെങ്കിലും വസ്തുക്കൾ എനിക്ക് സന്തോഷം തരുമെന്ന് ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. കുറച്ചു നേരത്തേക്ക് തരൂട്ടോ, അതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ദീർഘകാലിത്വം ഇതിനൊന്നും തരാൻ പറ്റില്ല. അവള് കൂടെയുണ്ടെങ്കിൽ, അവൻ കൂടെയുണ്ടെങ്കിൽ സന്തോഷം, ശരിയല്ലേ? അതെ. എത്ര നേരം? കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, പോണില്ലേ? പോ മനുഷ്യ, വല്ല ജോലിക്ക് പോ. ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റി നടന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഏതൊരാളാണോ എനിക്ക് സന്തോഷം തരുമെന്ന് ഞാൻ വിചാരിച്ചത് അത് സ്ഥിരമായിട്ടൊന്നും വേണമെന്നില്ല, ആവശ്യമുള്ളപ്പോ. എല്ലാം അങ്ങനെയാ ജീവിതത്തിൽ. അത് ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങള്, എന്തോ അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ബാഹ്യ യാന്ത്രിക വസ്തുക്കൾ എനിക്ക് സന്തോഷം തരുമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ അതിനോട് അഭിരമിച്ച്, അങ്ങനെ ആ അഭിരമിക്കൽ മാത്രം പോരാ, അത് വേണ്ട, അതും വേണം. കൂടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഉണ്ടാക്കണം. അതിന് ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോവുക, ഒരുമിച്ച് നാമം ജപിക്കുക, ഒരുമിച്ച് വ്രതോപാസനകൾ ചെയ്യുക, ഒരുമിച്ച് ശാന്തിപൂർണമായ കർമ്മങ്ങൾ ചെയ്യുക, ഒരുമിച്ച് ഈ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ രണ്ടുപേരും കൂടി കുടുംബജീവിതത്തെ പരുവപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് സീതാരാമന്മാരുടെ ജീവിതം വാൽമീകി നമുക്ക് തരുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഭഗവാനോട്, ആ അദൃശ്യമായ ശക്തിയോട് ഒരു പ്രേമഭാവം ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് മനസ്സ് മറ്റൊരാളിൽ സമർപ്പിക്കലാണ്. എന്താ മനസ്സിലാക്കല്? മനസ്സ് മറ്റൊരാളിൽ സമർപ്പിക്കണം. രാമൻ സീതയിൽ പരിപൂർണമായി തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു. സീത തിരിച്ചും രാമനിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. അപ്പൊ രണ്ടു പേർക്കും കൂടി രണ്ട് ഹൃദയം ഇപ്പൊ ഇല്ല, ഒരു ഹൃദയമുള്ളൂ. ഒരു ഹൃദയമുള്ളൂ എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് ആലോചിക്കരുത്, അവർ ഒന്നായി തീർന്നു എന്നർത്ഥം. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താ? ഒരാൺകുട്ടി വിവാഹം കഴിച്ചാൽ അവൻ നേരിടുന്ന ഏറ്റവും പ്രായോഗിക പ്രശ്നം എന്താ? അവന്റെ പ്രായോഗിക പ്രശ്നം ഈ അമ്മയും ഭാര്യയും തമ്മിലുള്ള ഇക്വേഷനാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അച്ഛനല്ല കേട്ടോ. എന്താ അവന്റെ പ്രായോഗിക പ്രശ്നം? ഇവരെ ഒന്ന് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോയി ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അതുകൊണ്ട് ആൺകുട്ടികൾ വിവാഹം ചെയ്താൽ അവന്റെ ഒന്നാമത്തെ അസൈൻമെന്റ് എന്താന്ന് വെച്ചാൽ, അച്ഛനമ്മമാരെ അംഗീകരിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് വേണം എന്നതാണ് അവന്റെ ആദ്യത്തെ ആഗ്രഹം. ഈ ആഗ്രഹത്തിൽ മരുമകളെ സംബന്ധിച്ച് അച്ഛനമ്മമാർക്ക് സംതൃപ്തി ഉണ്ടായാൽ അവൻ രക്ഷപ്പെട്ടു. എങ്ങനെ ഇന്ന് ആൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, വിവാഹത്തിന്റെ സമയം വന്നാൽ ഇവിടെ സീത നോക്കൂ. സീതയെ കുറിച്ച് വാൽമീകി പറഞ്ഞത്, രാമന് വളരെ പ്രിയങ്കരിയാണ് സീത. പ്രിയങ്കരി എന്നാ പറയണത്. എന്തുകൊണ്ടാ? കാരണം സദ്ഗുണസമ്പന്നയാണ് സീത. സദ്ഗുണസമ്പന്നയാണ് സീത. ഒരു 3-4 പ്രാവശ്യം പറഞ്ഞാലേ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ കേട്ടോ.
അപ്പൊ ഈ സർവ്വഗുണങ്ങളുടെയും വിളനിലമാണ് സീത. മാത്രമല്ല കാണാനും കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുമാത്രമല്ല രൂപഗുണം കൊണ്ടും കൊള്ളാം, നല്ല ഒരു. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള ഒരാൾക്ക്, സർവ്വഗുണങ്ങളുമുള്ള ഒരാൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഈ കഴിവുള്ളത് കൊണ്ട് തന്നെ രാമൻ പൂർണ്ണമായിട്ടും സീതയിൽ അങ്ങ് സറണ്ടറായി. കാരണം എന്താ, ഞാൻ ചെയ്യാനുള്ളതും എല്ലാം ചെയ്ത് അച്ഛനമ്മമാർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ രണ്ടുപേരും പരസ്പരം ചേർന്നു. ഈ രണ്ടുപേര് പരസ്പരം ചേരുമ്പോൾ അതിനെ നമ്മൾ വിവാഹം എന്ന് പറയും. പക്ഷെ വിവാഹത്തിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നു? പറയാതറിയാൻ അറിയാമോ? എന്താ വിവാഹം? പറയാതറിയാൻ അറിയാമോ? എങ്ങനെ? ഒരാൾ പറഞ്ഞില്ലെങ്കിലും അയാളുടെ മനോഗതി, മനോവിചാരം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ വിവാഹത്തിന് ടിക്ക് മാർക്ക്. അപ്പൊ പ്രായമൊന്നുമല്ല. 25 വയസ്സിൽ വിവാഹം കഴിച്ച് 25 കൊല്ലം തല്ലുകൂടുന്നതിലും നല്ലത് 5 കൊല്ലം വിവാഹം കഴിച്ച് 5 കൊല്ലം സന്തോഷത്തോടെ ജീവിക്കല്ലേ. ഈ പറയാതറിയാനുള്ള ഈ അറിവ് നേടാനാണ്, ആ ഭാവത്തിലെത്തുമ്പോഴാണ് വിവാഹം അന്വർത്ഥമാവുക, കൃതാർത്ഥമാവുക. ഇതിന് ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, രണ്ടുപേരും വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് രണ്ടുപേരും പരസ്പരം അറിയാൻ ശ്രമിക്കുക. പറഞ്ഞറിയുന്നതിലും നല്ലത് ഒരാൾ മറ്റൊരാളെ പറയാതെ തന്നെ അറിയാൻ ശ്രമിക്കുക. ഒന്ന്, ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പൂർവാനുഭവങ്ങളുടെ നിരവധി തരത്തിലുള്ള വൈകാരിക ഭാവത്തോടു കൂടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ മരുമകളെ ഞാൻ സ്വീകരിക്കുമ്പോൾ ആ മരുമകളുടെ വിചിത്ര സ്വഭാവങ്ങളെയും ഞാൻ സ്വീകരിക്കണം. എങ്ങനെ? എൻ്റെ മരുമകൾ 25 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അവൾ വളരെ വൈകാരികമായ അനുഭവങ്ങളിലൂടെ വീട്ടിൽ ജീവിച്ച് അങ്ങനെ വന്നവളാണ്. അപ്പൊ അവളെ ഞാൻ അവളുടെ ഗുണങ്ങളൊക്കെ സ്വീകരിക്കുന്നത് പോലെ അവളുടെ ചില ദോഷങ്ങളെയും സ്വീകരിക്കണം. പതുക്കെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അത് ആരംഭത്തിൽ പരിപൂർണമായ പെൺകുട്ടിയെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ വൈകാരികമായി വീട്ടിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതിന് മുതിർന്നവരുടെ ഉള്ളിൽ എടുത്തുചാട്ടം, കടന്നു പറയൽ, ഇതൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് പതുക്കെ ഈ രണ്ടുപേരും ചെന്നുള്ള തമ്മിലുള്ള ഇക്വേഷൻ വർദ്ധിപ്പിക്കണം. ഇത് വർദ്ധിപ്പിക്കുമ്പോൾ ഞാൻ, നീ വിവാഹം കഴിച്ച് രണ്ടാമത്തെ സ്റ്റേജ് എത്തും, അതാണ് നമ്മൾ. അപ്പോൾ ഞാനിൽ നിന്ന് നമ്മളിലേക്കുള്ള ഉയർച്ചയുടെ പേരാണ് വിവാഹം. പറയാതറിയാൻ അങ്ങനെ പഠിച്ചു വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എത്തും, അതാണ് എന്നിൽ നിന്ന് നമ്മളിലേക്കുള്ള ഒരു പടികയറലാണ്. സത്യത്തിൽ നമുക്കതുണ്ടോ? ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ജീവിതം സംഘർഷം, ഒരു സംശയവുമില്ല. ഈ സംഘർഷത്തിൻ്റെ ഇടയിൽ പുതിയ നല്ല ചിന്തകൾ ഉണ്ടാക്കി ഒരേ ചിന്തയോടുകൂടി പോകുന്ന പുതിയ തലമുറയായിപ്പെട്ട ഓരോരുത്തർക്കും ഇങ്ങനെ ഞാനിൽ നിന്ന് ഞങ്ങളിലേക്ക് വളരാൻ പറ്റുമോ? അതിപ്പോൾ 25 വയസ്സായാലും 35 40 കഴിഞ്ഞു പോയ കാലത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കാതെ ഒരു പുതിയ കാലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഒന്നാണ് എന്ന ചിന്തയിലേക്ക് വരാൻ പറ്റുമോ? ആദ്യം രണ്ടുപേർ തമ്മിൽ ഈ ഉറപ്പ് നേടണം. ഈ ഉറപ്പ് നേടിയിട്ട് കുട്ടികളുണ്ടായാൽ മതി. അല്ലെങ്കിൽ വഴക്കു കൂടാൻ ഒരാൾ കൂടി വരും. എന്താ പറഞ്ഞപ്പോ ഈ രണ്ടുപേരും വഴക്കാ. ഇപ്പൊ വഴക്കിന് മൂന്നാമത്തെ ഒരു കാരണം കൂടി വന്നു. അതാരാ? കുട്ടികൾ. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ തമ്മിലുള്ള ഇക്വേഷൻ A+B² ആവണം. A² B² ആയിട്ടിരിക്കരുത്. 2AB എന്ന് പറയുന്ന അതിശക്തമായ ഒരു ദാർഢ്യം നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയെടുത്താൽ ക്രമേണ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിക്കും. ഇങ്ങനെ വർദ്ധിച്ച് ഞാൻ എൻ്റെ ഭാര്യയെ, ഇനി പറയണ വാക്കുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ എൻ്റെ ഭാര്യയെ എല്ലാ പ്രത്യേകതകളോടും കൂടി സ്വീകരിച്ചു കൊള്ളാം. എന്താ പ്രതിജ്ഞ? എന്താ? ഞാൻ എൻ്റെ ഭാര്യയെ അവളുടെ എല്ലാ പ്രത്യേകതകളോടും കൂടി സ്വീകരിച്ചു കൊള്ളാം.
ഈ സമയത്ത് ഭാര്യ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിചിത്ര സ്വഭാവങ്ങളോടും കൂടി ഞാൻ സ്വീകരിച്ചു കൊള്ളാം. രണ്ടുപേരും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായ, സ്വീകരിക്കാൻ സ്വീകാര്യത, ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നല്ല പോലെ മുന്നോട്ട് പോകും.